I'll go live with her soon. Upcoming. Amma Sugano, Abhi is asking, mom. നമ്മുടെ ബിഗ് I'm ബോസ് good. Abhi. Hi, Abhi. I'm good. Sahara is my friend. Hi, Sahara. Santur mom എന്നോ? Santur mom അർത്ഥം അറിയോ? What? Beautiful mama. ശരി എന്നാ. ഹേ എന്റെ നെയിം നക്ഷത്ര ഒരു പറയൂ. എന്ത്? ഹായ് നക്ഷത്ര. അങ്ങനെ പറയണോ? Name and your star. നോ നോ No. ദാറ്റ് ഗേൾ നോട്ട് സ്റ്റാർ. ആ നക്ഷത്ര അല്ല. നെയിം ഇസ് നക്ഷത്ര. ഇൻസ്റ്റാഗ്രാം ലൈവ് പോത്തെ എന്റെ അമ്മ. വേറെ നെക്ലസ്. മോൻ ബ്രിങ് നെക്ലസ്. Okay. നെക്ലസ് കാണിച്ചു തരാം. ആരിനൊരു ഹായ് പറയോ? ഹായ് ഹീന. ഹായ് തരുമോ? ഹായ് ഇങ്ങനെ 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 ഇട്ടാ മതിയോ? ഹായ് ഹായ് തരുമോന്ന്. താരുഷ് എന്നൊക്കെ. ഓ താരുഷ് ഫാൻസ് അല്ലേ? വിളിക്കാം വിളിക്കാം. അവനിപ്പോ വരും. ഹായ് നേഹ. ഹായ് ദിവ്യ. ബ്രോ എവിടെ? ബ്രോ ഞാനിപ്പോ വീട്ടിലുണ്ട്. ഇവിടെ വെറുതെ ഇരിക്കുക. ഐ തോട്ട് ഗോ ലൈവ്. ഹായ് ജൂബിൻ ജൂബി. ഹായ് അഷ്റഫ്. ദാ ഒരു സർപ്രൈസ് ഒരു സർപ്രൈസ്. ദാ ഐ മേഡ് എ വെയർ ഡയമണ്ടിന്റെ നെക്ലസ്. എന്താ റീഗൽ ജ്വല്ലറിയുടെ കിട്ടിയത് ഗിഫ്റ്റ്. ദാ ലൈവ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ. ബാ. എവിടെയാണ് അബി? ഉം. ഹലോ ഓ, You എവിടെയാണ്? too, Abhi. എടാ സുഖാണോ? സുഖം സുഖം സുഖം. അമ്മ സുഖായിട്ടിരിക്കുന്നോ? ദാ കൊറേ കണ്ടിട്ട് നമ്മള്. Come home. ഞാൻ വരാം, എറണാകുളത്ത് വരാം, Okay. കാണാം നമുക്ക്. ഇല്ല ഇല്ല, ഇവന് എറണാകുളത്ത് തന്നെ ഓനിന്റെ വീട്ടിലേ പോകത്തുള്ളൂ. ഇല്ലടാ നിങ്ങള് ഇതിന് ശേഷം ഞാൻ വന്നിട്ടില്ല. ഇനി വരാം, ഇനി വരുമ്പോ കാണാം. നീ എപ്പോഴാ നെക്സ്റ്റ് കൊച്ചി എത്തുന്ന വന്നത്? നെക്സ്റ്റ് വീക്ക് മിക്കവാറും വരും. ഓക്കെ, അപ്പൊ നീ വിളിക്കും. നീ വീട്ടിൽ ഫുഡ് Get കഴിക്കാൻ your വാ. wife. വൈഫ് ഉണ്ട്, റെസ്റ്റിങ്ങിലാണ്, ആ അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മക്കെല്ലാം അറിയാം. മമ്മിയുടെ അടുത്ത് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. ഞാൻ എന്റെ നമ്പറിൽ എന്നെ ദാ, അയ്യോ സോറി, മറന്നുപോയി ഞാൻ. അമ്മയുടെ അടുത്ത് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ യു നടന്നിട്ടില്ല. വാണ്ട് ടു ടോക്ക് ടു യു സം ടൈം. Please come. എപ്പോഴെങ്കിലും വാട്ടാ നീ ഫ്രീ ആവുമ്പോ. ഓക്കെ, Coffee. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്തൊക്കെയുണ്ട്? Hello, Sugam. How are അമ്മ you? I didn't അടിപൊളിയായിട്ടിരിക്കുന്നു. meet you. അതെ, അമ്മയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല നിന്നെ ഓക്കെ, വീട്ടില്. ഞാൻ വരാം, വീട്ടിലേക്ക് വരാം. നിങ്ങളെ എനിക്ക് അടിപൊളി. കാണണം, എല്ലാരെയും എനിക്ക് കാണണം. യെസ്, എങ്ങനെയുണ്ട് എല്ലാം? Love you. ഇപ്പൊ മറ്റേ ഉണ്ടായിരുന്നില്ലേ, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആരായിരുന്നു? ഇപ്പൊ ലൈവിലുണ്ടോ? പൂജിത. പൂജിത. യെസ്. അമ്മേനെ അന്വേഷിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ആണോ? പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞു. പൂജ told me, she didn't tell you. ഓക്കെ, Yes. ഞാൻ പറഞ്ഞു അമ്മയുടെ. എന്നോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞില്ല. പിന്നെ എന്താണ് വിശേഷങ്ങള്? സുഖം ഇങ്ങനെ തന്നെ പോകുന്നു. അടിപൊളിയല്ലേ എല്ലാ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം? നല്ല റെസ്പോൺസ് അല്ലേ? ഒരു ഹാപ്പിനെസ് അല്ലേ? അടിപൊളി ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ്. അമ്മയുടെ സന്തോഷം. ഇപ്പൊ അമ്മ ഹാപ്പിയാണ്. അടിപൊളി. അതെ, അമ്മ ഒരു സൈഡിൽ ഇങ്ങനെ ഇത് കാരണം ഇനി എവിടെ പോയാലും അമ്മ ഇനി ഫുൾ ഷോ ഓഫ്. ഇത് എവിടെ പുറത്ത് പോയാലും ഇത് കിട്ടിട്ട് അമ്മക്ക് പോകും. എവിടെ വേണമെങ്കിലും ഇട്ടോണ്ട് പോവാലോ ഇത്. അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വിട്ടിട്ട് വരാൻ. എല്ലാവർക്കും ഫാൻസിന് കാണണമെന്നുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചിട്ടേ പറയുന്നുണ്ടായിരുന്നു, ഇത് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഉണ്ടായി. ഹാപ്പിനോ? ഇങ്ങനെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. വേറെ എല്ലാവർക്കും സുഖല്ലേ? കപ്പൊന്നും ഇരിക്കാൻ പറ്റിയില്ലല്ലോടാ. സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? സുഖം സൂപ്പർ ആയിട്ട്. നിന്റെ ചേട്ടന് ഇപ്പൊ പുറത്തു പോയിരിക്കുക. വരും. ഞാൻ അവനോട് ലൈവ് ഒരു ദിവസം പോകുന്നുണ്ട്. ഐ വോണ്ട് ഗോ ലൈവ്. ഓക്കെ. എന്തായാലും അമ്മ വോളി ഒന്നും കുറയ്ക്കാതെ. അപ്പൊ ഓക്കെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ എറണാകുളത്ത് വരുമ്പോ എന്തായാലും മീറ്റ് ചെയ്യാം, കാണാം, വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡൺ മുത്തേ ഡൺ. ശരി. താങ്ക് യുടാ, നീ വന്നു ലൈവില്. അടിപൊളി. I love you. 2 unfair eviction in 1 frame എന്ന്. ഹൈ ഫൈവ്.
ശരി മുത്ത, എന്തായാലും കാണാം. മമ്മി ശരി മുത്തേ. വിളിക്കാട്ടോ. ആ കാണാം. നീ വന്നിട്ട് വാ, Love you, കാണാട്ടോ. love you. Bye. See you മുത്തേ. Bye, Take care. Abhi. Love you. Love you. Take care, take care. ആദില നൂറ ചേച്ചിന്ന്. ഏത് ചേച്ചി? Look who came, your favorite. Hi. You forgotten me? Hey, Yes, no. yes, for I forgotten. messaged you. എന്താണ് നീ എന്റെ അമ്മന് റിപ്ലൈ ചെയ്തത്? നീ ആരാ എന്റെ വിചാരം? I messaged you. ഞാൻ നിനക്ക് അമ്മയുടെ നമ്പർ ചോദിച്ചിട്ട് നീ തന്നോ? ഞാൻ തരില്ല. I called you. I wished Nora birthday. No reply. ഓ, ഓതോ, ഇത്ര വലിയ സെലിബ്രിറ്റി നിങ്ങൾ റിപ്ലൈ ചെയ്തില്ല അല്ലേ? സാരില്ല. You come, we'll kill him together. മതിയായില്ല എന്നെ കില്ല് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും. Adila, tell Nora birthday wishes from my side. you called her? He didn't call. അൺനോൺ നമ്പർ ഏതാ? Message അതാ also. തോന്നുന്നു. അപ്പൊ കാണൂല, അത് സാരില്ല. Message also. I asked your number but he didn't give. I No, got I- your ഞാൻ- number. I- I called you. ഇല്ല അവൻ തന്നിട്ടില്ല. No, he didn't. അത് ഞാൻ മറന്നു പോയടാ, പോടാ. I'll call you tomorrow. Okay. നാളെ നമ്മൾ കാണുന്നുണ്ടല്ലേ? ടുമോറോ ആ, വി ആർ ഗോയിങ് ടുമോറോ ഫോർ സ്റ്റാർ സിംഗറിന്റെ Yes. വൺ ഏഷ്യനെറ്റ് ഷോ. magic. സ്റ്റാർ മാജിക് അല്ല, സോറിടാ, ഒന്ന് ബാക്ക് എടുക്കാൻ പറ്റുമോ അത്? You're meeting me. No. Both of you are meeting me. എനിക്ക് എന്റെ വീട്ടില് You promised ഒരു me. തടിയൻ പ്ലാച്ചി. എടാ ഇവിടെ കേട്ടാ? ഫുള്ള് പാവകളാടാ കിട്ടുന്നത്. ഓടെ എനിക്ക് ഫുൾ പാവങ്ങളൊക്കെ കിട്ടിയടാ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ, ഇന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. നോക്കിയടാ. So cute. നിന്റെ ഫാൻസ് ഇങ്ങനെയൊക്കെയല്ലേ അയക്കണത്? എന്റെ ഫാൻസ് അയക്കണത് ചോക്ലേറ്റ്സാ. Oh. ഇതെന്തത്? എടാ ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളാ. ടെഡി ബെയർ അല്ലേ? ആ, അടിപൊളി. ഇതാ പാണ്ട. ഇവിടെ വേറെ ഇതാ ഒരു സാധനം നീ കണ്ട? ഫ്ലെക്സ് കണ്ട? ഫ്ലെക്സ് ആരാ? ഓ, ഇനി ഉറങ്ങുമ്പോഴോ എണീക്കുമ്പോഴും ഈ നെക്ലസ് ഇട്ടോടെന്ന് തോന്നുന്നോ ഇനി? മറ്റേ എന്താ പറയാ, സീരിയലിലൊക്കെ രാവിലെ എണീച്ച മേക്കപ്പ് ഇട്ട് എണീക്കണ പോലെ. ആ സെയിം ഉറങ്ങിയാലും എണീച്ചാലും ആ നെക്ലസ് ഇട്ടിട്ടാ കിടന്ന് ഉറങ്ങണത്. But അമ്മ തമാശ പറഞ്ഞല്ലേ? ബ്യൂട്ടിഫുൾ. She saying I look beautiful, not you. ഓടാ. She told me. No. No, she told me. Adila. ഇത് മാങ്ങാണ്ടി. മാങ്ങാണ്ടി. She's called me Mangandi, mom. Brother, Again. please fight Again him, brother. again she called Mangandi. He hugged you. I told him go and hug them. അങ്ങനെ ഒരെണ്ണം ഒട്ടത്തേനെ ഒരെണ്ണം ഇടയ്ക്ക്. റൈറ്റ് അമ്മ. Go ahead. കണ്ടാ? Go ahead. പെർമിഷൻ ഉണ്ടറാ. എടാ അതിന്റെ അർത്ഥമൊന്നും അറിയില്ലടാ. We are friends. No worries. ഒരു ഫ്രണ്ട്സ് ഇല്ല. She's called me Mangandi. What is Manga? മാങ്ങാണ്ടി എന്ന് പറഞ്ഞ മാങ്ങട ഞാൻ പറയണല്ല വീട്ടേക്ക്. ഒരു ഗുഡ് നെയിമാ. He's my brother, right അമ്മ? So I can call him whatever I want, right? Yes. ആണല്ലേ? അപ്പൊ ഞാൻ രണ്ടു മൂന്ന് Full permission. Full യുവർ മൈ സിസ്റ്റർ അല്ലേ? അപ്പൊ ഞാൻ രണ്ടു മൂന്ന് തെരകൾ ഉണ്ട് എന്റെ മൈൻഡില്. വിളിക്കാട്ടാ കാണുമ്പോ. Rakshabandhan, you have to tie Rakhi, okay? എന്താ ശരി എന്നാ. Rakshabandhan. രക്ഷാബന്ധൻ. എന്താണ് നിനക്ക് എടാ കേട്ടത്? ഇല്ല, വെറുതെ ഇമോഷണൽ ആക്ക എന്നെ ഇപ്പൊ. എടാ നാളെ I mean it. You know me. ആ You have to come and meet me, both of you. വരാ വെൽക്കം. എടാ നാളെ നമുക്ക് റീൽസ് ചെയ്യാം. എന്ത് ചെയ്യടാ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാളെ കാണുമല്ലേ? എടാ നാളെ മറ്റേ 100 ഓൾറെഡി ഇവന്റ് അല്ലേ? ഇല്ല, പക്ഷെ അവള് വരും. പിന്നെ അവനുണ്ടോ 100? അവള് വരണ്ട, അല്ലെങ്കിൽ അവള് വീട്ടില് അണ്ടി വാഴനെ പോലെ ഇരിക്കേണ്ടി വരും അല്ലേ? ഓ അങ്ങനെ വരും. നോട്ട് ലൈക്ക് ഗസ്റ്റ് ഒക്കെ എന്നോ? ഇല്ല. പിന്നെ 2 പ്രാവശ്യം ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ അവളാരാ? അതെ, അവള് ആരല്ലേ? എന്തത് എവിടെ അവിടെ സൈറ്റ് ഉണ്ടാ? അയ്യോ, അവിടെ സൈറ്റിലിരുന്ന് ഹായ് പറഞ്ഞേക്കാം. ഒരു ഹായ് പറഞ്ഞോ. ഹലോ, ഹായ് അമ്മയാണോ? Hi, Nora. പിന്നെ ആരായിരിക്കും സൈറ്റില്? Where is she? വേറെ ആരും നഹി ഉള്ളി നൂറ. അതല്ല കോമഡി. ആരാ നൂരാന്ന്? നഹീന്ന് കോയി ഓർമ്മൊക്കെ. Nora, I wished you on your birthday. അറിയാ ഇവള് പറഞ്ഞു അൺനോൺ നമ്പർ ആയോണ്ട് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. Okay. Come home. തന്ന മര്യാദ. Come home. നീ എന്താ ഇങ്ങനെ ഹൈഡ് ആയിട്ടിരിക്കുന്നത്? തുണിയൊന്നില്ലേ? എടാ അവള് വേറൊരു തൊഴില.
സന്തോഷാണല്ലോ അത്ര അത് പറഞ്ഞപ്പോ. ഏ ഏ ഞാനെന്റെ ഡബിൾ ഫീലിംഗ്. മീറ്റിംഗ് മീറ്റിംഗ്. കയ്യിന്ന് സോറി കളയല്ലേ. സോറി. നൂറ ചേച്ചി എവിടെയാന്ന്? ഏ ഫുൾ നൂറ ഫാൻസ് ആണല്ലോ ഇവിടെ. ആ നൂറ ചേച്ചി എവിടെയാന്നൊക്കെ. പിന്നെ ഹൈ ലവ്. വർത്താനം. എന്താടാ? ജിസേൽ ജിസേൽ ഇവിടെ ഉണ്ടോ? ജിസേൽ നാളെ 10 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. ഏ To go ആ and give dinner. എനിക്ക് ആ Okay? ഇയർഫോൺസ് കൂടി തരുമോ? Love you. അതല്ല ഇയർഫോൺസ് ലവ് യു ടു. അത് Love വെച്ചോ. you. ലവ് യു ടു അമ്മ. മതി മതി, ഇനി ലവ് ചെയ്യണ്ട. ഓ ഓവറാക്കണ്ട. അവന് അസൂയ. അവന്റെ ഒരു ലവ്, അവന്റെ ഒരു ഡോട്ടർ. പക്ഷെ മായ നീ ഇപ്പൊ മൊഞ്ച് കൂടി കൂടി വരുന്നുണ്ട് മായ. താങ്ക്സ് ടാ. ഞാൻ എന്താ ചെയ്യണ്ടേ? പുറത്തിറങ്ങിയ ഫുൾ ഗ്ലോ ആണ് സ്കിന്നില്. ഞാൻ പറഞ്ഞ അതാണ് പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ. അത് ആക്ച്വലി ഒരു എന്താ നീ എന്താ ഉദ്ദേശിച്ചേ? എടുത്ത് വീഡിയോ കോൾ അല്ലാട്ട ലൈവ് ആണ്. സോറടാ, ഞാൻ എനിക്ക് മറന്നു പോളെ. ഞാൻ ബിഗ് ബോസ് നിൽക്കണേർന്നടാ. ഞാൻ ഇതൊക്കെ മറന്നു പോകും. നമ്മുടെ 2500 പേര് കാണുന്നുണ്ട് കേട്ടോ. ആണ്. ഇനി നമ്മളെ കാണാണ്ടാക്കി കളയും. അയ്യോ, പണി കാണില്ലല്ലോ അല്ലേ. Nice. മായ നൈസ് നെയിം എന്ന്. എടാ മായ മോഹിനിയാ ഉദ്ദേശിച്ചത് പൂജിത. എടാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വേറെ അതെ സുഖമായിട്ട് പോകുന്നു. നാളെ ശരത്തേട്ടനുണ്ടാവും അല്ലേ? ഞാൻ, നീ, ശരത്തേടൻ, ജിസേൽ. എന്താ തിന്നണ? എന്തൊക്കെയോ വായിട്ടോണ്ടിരിക്കും അമ്മ. അയ്യോ, അങ്ങനെ ഐ മീൻ ഫുഡൊക്കെ. എടാ ചെറുക്ക സോറിടാ. ഹൗസല്ല. ഞാൻ എന്ത് പറയണ്ട എനിക്കറിയില്ല. ചേട്ടനോ? ചേട്ടൻ പുറത്തു പോയിരിക്കാം ഫ്രണ്ട്സിന്റെ കൂടെ. ഒരു അരമണിക്കൂർ വരും. യെസ്. ബാക്കി എല്ലാ സുഖമല്ലേടാ നിന്റെ വീട്ടിലൊക്കെ? എല്ലാം ഓൾ ഗുഡ്? ഓൾ ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എന്തുണ്ടായിരുന്നു? ഒരു ഫാൻസ് മീറ്റ് ചെറുതായി. ആണോ? ഹൗ വാസ് യുവർ ഫാൻസ് മീറ്റ്? കുഴപ്പമില്ല, നന്നായിട്ട് പോയി. കൊള്ളാല്ലേ? കാക്കനാട് വെച്ചല്ലേ സ്റ്റോറി ബോക്സ്. എന്ത് പറയുന്നു നിന്റെ ഫാൻസ് ഒക്കെ? ഫാൻസ് ഒക്കെ പുതിയ ഗേൾഫ്രണ്ട്സ് ഒക്കെ ആയോ? മലയാളം പറയുന്നു. ഇല്ലടാ. മോശമല്ലടാ. അവിടെ സൈഡിൽ തന്നെ ഇരിക്കും ഒരാള്. നിന്നടിക്കും എന്നല്ല. നിന്നെ ഇടിക്കില്ലല്ലോടാ. നിന്റെ കുട്ടി കുട്ടി ഫാൻസ് ഒക്കെ എന്താ പറയുന്നത്? എന്റെ 10 വയസ്സുള്ള കുട്ടികളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അവരവരെ വീട്ടില് പാല് പിടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാരും. 10 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാ? എടാ എനിക്കല്ലടാ 10 വയസ്സുള്ള കുട്ടികള്. എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാൻസ്, സോറി. ഫാൻസ്. എന്റെ ഫാൻസ് എല്ലാം. നീ വയസ്സൊന്നും കള്ളം പറഞ്ഞ നാളുള്ളൂ. ഇല്ല എനിക്ക് 23 വയസ്സായിട്ടോടാ. ആണല്ലേ? 28 ഇല്ല അത് ഞാൻ ആക്ച്വലി പണ്ടത്തെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ അവര് പറഞ്ഞു കുറച്ചൊരു ഈ വയസ്സുള്ള ആളെ വേണം. അപ്പൊ നീ ഒരു ഇൻട്രൊഡക്ഷൻ അയക്കുമ്പോ ഈ വയസ്സ് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ അയക്കേണ്ടത്. അപ്പൊ ഞാൻ ആ വയസ്സ് നീ പറഞ്ഞ. വാ തുറന്നാ നിനക്ക് പ്രായമില്ലാത്ത പൊട്ടന്റെ കൂട്ടാണല്ലോ നീ വർത്താനം പറയുന്നത്. അപ്പൊ നീ എന്നെ 2500 പേരുടെ ഫ്രണ്ടിൽ നീ എന്നെ ഇപ്പോ പിന്നെ നീ കോടികൾ കേരളത്തിന്റെ ഫ്രണ്ടിലാണ് നീ എന്നെ ഊക്കി വിട്ടത്. ഞാനല്ലേടാ മോനെ. നീ തന്നെടാ മോനെ. ഞാൻ പാവല്ലേടാ. നീ ഭയങ്കര പാവാടാ. പ്ലീസ് request Patta girls to patch up. We are all waiting them to. Patta girls കണ്ട ഞാൻ കൊല്ലും ഇനി. Patta girls നമ്മളെ ആന്റി പട്ട, നമ്മളെ ആന്റി പട്ട ഫാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയോ? നീ കണ്ടാ? ഓ നിങ്ങളുടെ ആന്റിയുടെ കൂടെ പട്ട ഫാൻസ് തുടങ്ങിയോ? എടാ നീ അറിഞ്ഞില്ലേ? നിങ്ങള് പട്ട ഗ്യാങ് ആണെങ്കിൽ നമുക്കൊരു ആന്റി പട്ട ഗ്യാങ് ഉണ്ടായിരുന്നു. ആന്റി പട്ട ഫാൻസ്. ഏതാന്റി? ആന്റി അല്ലടാ മണ്ട. ആന്റി ANTI. ആന്റി പട്ട. AUNTY ആണെന്ന്. ആന്റി അല്ലടാ, ആന്റി പട്ട ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അവർ പറയും എല്ലാ ദിവസവും ടെക്സ്റ്റ് അയക്കും, ഡോണ്ട് ലീവ് ദ പട്ട ഗേൾസ്, ദേ ആർ സോ റൂഡ് എന്നൊക്കെ. അപ്പൊ ഞാൻ യെസ് കറക്റ്റ് എന്നൊക്കെ. നീ കണ്ടിരുന്നോ? നിങ്ങള് 3 പേരും ഒരു പാട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. പാടാ, എന്ത് സീനടാ അത്. നീ ഒരു വാക്ക് എന്നോട്. പിന്നെ എന്തൊരു പാവം നീ. അതെന്താ യൂണിക്കോണാ ആ ടെടി?
പ്രവീൺ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാ നൂറയ്ക്ക്. ഓടാപ്പാ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഓ ആ കുറച്ചുകൂടി നോക്കട്ടെ. അതല്ല നോക്കേണ്ടത്, ഞാൻ ഒന്ന് കളർ നോക്കാൻ വേണ്ടി പറഞ്ഞു, ചന്തിയല്ല. ഷൂ. മോനെ പോയടാ. പിന്നെ നിന്നെ കാണാൻ ശരിക്കും കാർട്ടൂൺ. നിന്നെ കാണുമ്പോ ശരിക്കും കാർട്ടൂൺ കാണുന്ന പോലെ ഉണ്ട്. എന്നെ കാണുമ്പോഴാ? ഇവിടെ നിന്നെ കാണുന്നേ ഇല്ല, അപ്പൊ കുഴപ്പമില്ല. പട്ട ഗേൾസ് ഡിവോഴ്സ് ആയില്ലേന്ന്? യെസ് 100%. എനിക്ക് ചാറ്റ് കാണുന്നില്ല. ആ എന്നടാ ചാറ്റ് സ്റ്റക്കായി. സ്റ്റക്കായോ? അങ്ങനെ സ്റ്റക്കായത്? ആ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദില ഉണ്ട്, ബിഗ് ഫാൻ ആണ്, ഒരു ഹായ് പറയാമോ? ഹായ്. ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. ഒരു minute. അയ്യേ എന്താ? വേറെ കോമഡി ഉണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ആര്യൻ ഇസ് ലുക്കിംഗ് ബെറ്റർ ദൻ ആദില. ആ താങ്ക് യു. ആര്യൻ ഇസ് ദ ബെസ്റ്റ്. Actually, ഞാൻ എന്റെ ബ്യൂട്ടി അവന് കൊടുത്തതാണ്. ഓക്കെ, എന്റെ ബ്യൂട്ടി അവന് റിഫ്ലക്ട് ചെയ്യാണ്. That's നീ the reality. നിന്റെ ബ്യൂട്ടി Yes. എനിക്ക് റിഫ്ലക്ട് ചെയ്തു. Yes. ഉം. 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 ആ 3 കോടി നെക്സ്റ്റ് ഇയർ കിട്ടും. മൂന്നാണോ? 3 ചിലപ്പോ 2 കോടി ആയിരിക്കും, ചിലപ്പോ 1 കോടി ആയിരിക്കും. സസ്പെൻസ് ആയില്ലേ? ആര്യൻ ലുക്കിംഗ് നൈസ് ആഫ്റ്റർ ഹെയർ കട്ട്. താങ്ക് യു. നിനക്ക് കമന്റ്സ് കാണുന്നില്ല? ഇല്ലില്ല, ഞാൻ ഒന്നുകൂടെ പോയിട്ട് ആ വരാം. നീ ഒന്നുകൂടി ജോയിൻ ചെയ്യും. മന്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. December 3rd തൊട്ട് December end വരെ ദുബായിലുണ്ടാവും. എനിക്ക് കുറച്ച് ഇവന്റ്സ് ഉണ്ട് അവിടെ, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണ്ട ഗായ്സ്. അങ്ങനെ എടാ എടാ ഒരു എനിക്ക് താഴെ കാണുള്ളാടാ. പോടാ ബേബി മോന്റെ ഫോ ബേബിയേ. ബേബിയേ, ഞാന് എന്റെ ഒരു താഴെ ഒരു ഫാൻ എഴുതി, യു ആർ ലുക്കിംഗ് സോ ഗുഡ്. അപ്പൊ താഴെ നിന്റെ ഒരു ഫാൻ ആദില ബെറ്റർ എന്നൊക്കെ. ബട്ടർ അല്ല ബെറ്റർ. ആ കോൾ മീ വെൻ ദുബായ്. ബിലാലിക്ക 100% കോൾ യു വരാൻ ദുബായ്. കുറെ നമ്മൾ കണ്ടിട്ട് നേരെ മീറ്റ് ചെയ്യാം എപ്പോഴെങ്കിലും. ആരുമ്പോ എനിക്കൊരു ഹായ് പറയാമോ? ഹായ്. നൂറ ചേച്ചി എവിടെയാണ്? അതിപ്പോ കാണുന്നില്ലേ? ഇല്ല, ഞാനില്ല കാണുന്നു. ഓ 2-3 ഫോണൊക്കെ. ആര്യൻ സായി സുദർശൻ യുവർ ഫ്രണ്ട്? യെസ്, സായി ഇസ് മൈ വെരി ഗുഡ് ഫ്രണ്ട് മാൻ. ആര്യൻ ചേട്ടാ ഹായ്. ഹലോ. അനു ആഡ് അനുവിനെ ആഡ് ചെയ്യണോന്നൊക്കെ. ആ ചെയ്തു, കുഴപ്പമില്ല. ഇപ്പൊ എന്താ? നീ അതിന് വേറെ ചേച്ചി, ആരെയും കണ്ടടാ? ഞാൻ ആകെ മീറ്റ് ചെയ്ത അക്ബറിനെയാണ്. ആ ജിസേൽ, റന. ജിസേൽ, രന, അപ്പാണി. പിന്നെ ആരെ മീറ്റ് ചെയ്തത് ഞാൻ? അപ്പാണി ബിൻസീനെ കണ്ടു ഞാൻ ഒരു സ്ഥലത്ത്, ഏത് സ്ഥലത്ത്? ഹയാത്തില്. ഓ, നീ ഇറങ്ങിയപ്പോ തന്നെ? ഈ അടുത്തല്ലല്ലോ? ദേവിനെ കണ്ടില്ലേ? ചോദിച്ചോട്ടെ, ഹാങ് ആയി. ഒരു പൂ തരാമോ? ജിസേലുണ്ട്, ജിസേലിനെ ആഡ് ചെയ്യാൻ. ആ തള്ള ഭയങ്കര തിരക്കില്ലാന്ന് തോന്നുന്നു പെണ്ണുമുള്ള. എന്താ തിരക്കോളാൻ നമ്മളിതൊന്നും കാണില്ല സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട്. കറക്റ്റ്. കറക്റ്റടാ. ആരടാ? നിനക്ക് തവള ലുക്ക് ഉണ്ടെന്ന്. ആടാ കറക്റ്റടാ. നിന്റെ കണ്ണിന്റെ മേലത്തെ പോർഷൻ കറക്റ്റ് തവള. ഓടാ, ബാക്കി ഞാൻ നാളെ പറയാം. ആ അയ്യോ ഇത് ബിഗ് ബോസ് അല്ലട്ടാ, സെൻസർ ഒന്നും ചെയ്യില്ല അവിടെ, ഒന്നുമില്ല. എടാ ഈ ലുക്ക് വെച്ചാ മതിയോ നാളെ?
ഏത് നല്ല രസം. ഇപ്പൊ നല്ലതാണോ? നാളെ എന്താ അല്ലെ ഇടുന്നത്? നല്ലതാ നല്ലതാ. നാളെ ഞാൻ ഒരു കോട്ട് പോലത്തെ ഒരു സാധനം, ഒരു റെഡ് കളർ റോസും ഒരു ബ്ലാക്ക് കോട്ടും. ഓ ജിസേൽ എന്താ എന്റെ ഇടുന്നത്? ജിസയിൽ റെഡ് കളർ സാരി. ഓ അവളും സാരിയാ? നമ്മളെപ്പോഴും മാച്ചിങ് ആണല്ലോ ഇപ്പൊ. ഛേ, ആര്യൻ ഒരു തിരുവാതിര ഒന്ന് കളിക്കോ? അയ്യോ വേണ്ട, വയ്യടാ, ഈ ആ ലൈവിൽ ഞാൻ നാളെ കളിക്കുമ്പോളാ. കാണുമ്പോ അവനെ കൊണ്ട് കളിപ്പിച്ച്. ആ, നാളെ ഞാൻ ഷോയിൽ കളിപ്പിക്കാം ജിസേലിന്റെ തിരുവാതിര. ആര്യൻ ബ്രോ പട്ടഗേൾസ് പാച്ചപ്പ് ആകാൻ പറയുമോ? നമ്മള് ഒയ്യോ പട്ടഗേൾസ് ഏതാ? ഓ ഇവരൊക്കെയാ. ഇവരെന്താണ് ചെയ്യട്ടെ, പാച്ചപ്പ് ആവോ ഇല്ലയോ ആര്യ എവിടെ വേണമെങ്കിൽ പോട്ടെ. അഫയർ ഉണ്ടോന്ന് നിനക്ക്? എന്തുണ്ടെന്ന്? അഫയർ ഉണ്ടോന്ന്? അഫയറാ? ആ ഇല്ല, എനിക്ക് എന്ത് അഫയർ? എന്താ അഫയർ? ഒരു അഫയറും ഇല്ല. നൂറ എവിടെ? നൂറ അവിടെ എന്തോ എനിക്ക് തോന്നുന്നത് തുണിയിലെ സൈഡിൽ കളിക്കാൻ തോന്നുന്നു. അവക്ക് മൂടില്ലാത്രേ വരാൻ. ആര്യൻ എവിക്റ്റ് ആയി പോയ ഞാൻ കരഞ്ഞു. അച്ചോടാ, താങ്ക് യു സോ മച്ച്. തെരി വിളിച്ചത് തന്നെ ഒരാള്. ഹലോ മിസ്റ്റർ വിനു. ഹലോ മിസ്റ്റർ വിനു. വിനു ഫുൾ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് പൂമ്പാറ്റ സ്റ്റൈൽ. വിനുവിനെ ഇന്നലെ കണ്ടായിരുന്നു. Can you both wish me today is my 17th birthday? Happiest birthday, Adhiya. Grow up and become like Adhila. ആര്യൻ, ഞാൻ നിന്റെ വലിയ ഫാനാ. നിന്നെ എല്ലാരും ആര്യ ആര്യാന്നാ വിളിക്കുന്നത്. ആടെ നീ കാരണമാണ് അതെല്ലാം. ഞാനല്ല, അനുവാ നിന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി. നീയാ തുടങ്ങിയത് അങ്ങനെ വിളിച്ചത്. ഞാനാണോ? ആര്യക്ക് എന്റെ നല്ല എന്റെ ഹാൻസം പേര് മാറ്റി ആര്യയാക്കി. ഹാൻസം ആര്യാന്നാക്കണോ? ഇല്ല, യൂണിക്കാൺ കൊള്ളാന്ന്. ദാ വന്നു മാർക്കറ്റിംഗ് മള്ളു. ഹലോ. അവരാണോ? അല്ലു വിർജിൻ. അല്ലു വിർജിൻ. അല്ലു അർജുനോ? അല്ലു അർജുനോ? അവനാ മല്ലു വിർജിൻ എന്നാ വിളിക്കുന്നേ. ബേസിലേട്ടാ ഹലോ. ബേസിലേട്ടാ, ഹൗ യു? എടാ നീ ലൈവ് പോയോ ഇതിനു മുമ്പ്? ഞാനോ? ആ. പോയി. അപ്പൊ നീ ലൈവ് ഒറ്റയ്ക്ക് പോവോ? ഇല്ല, ഇവളുണ്ട്. ആ അതാണ്, ഒറ്റയ്ക്ക് പോകുമ്പോ ഇങ്ങനെ പേടിയടാ. അതിനെ പേടിക്കണ? എനിക്ക് പേടിയില്ല. അറിയില്ല. ഞാൻ യൂട്യൂബിൽ ഒറ്റക്ക് പോവും. അതാ മകളെ വേണ്ടിയും പറഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കാലോ. അത് ഈസി അല്ലേ. ആസിഫ് ബ്രോ, വാട്സ്ആപ്പ്. ഗുഡ് മോനെ. ബേസേട്ടാ, എന്തായാലും പരിപാടി എവിടെയാണ്? ദാ എനിക്ക് പോടാന്ന് ഷർത്താ പണി. ഈ അപ്പാണി എന്തായാലും ഇങ്ങനെ തോറ്റല്ലോ ഞാൻ. വെയിറ്റ്, കൊല്ലാം, നമുക്ക് ഇവനെ കൊല്ലാം. അപ്പാണീനെ അതിനെ ഞാൻ എഴുന്നേറ്റ് പോവാൻ അപ്പാനി. ഓ അടിച്ചിരിക്കണ പയ്യേ. എടാ എന്തിനു പറ്റിയാ? പാമ്പടിച്ചാ? എന്താ പറ്റിയ പപ്പാനിക്ക്? ഹലോ ഹായ്. ഓ ഹായ് ഹലോ. എന്താ വിശേഷം? ഹലോ ഹായ്. ഓ ഞാനാ. തെറ്റിലാന്നോന്നണ്ട അഭിനയിക്കുന്നത്. ആദിലമ്മോളെ എന്തുണ്ട് വിശേഷം? എവിടെ നൂറ്? എവിടെ? അവള് ഇപ്പുറത്തുണ്ട്. ആര്യൻ, മമ്മി എന്തിയെ? തൊട്ടടുത്ത് മമ്മി ഉണ്ടായിരുന്നല്ലോ. മമ്മി ഉണ്ടായിരുന്നു. മമ്മി ഫുൾ ഫ്ലെക്സ് ഒക്കെ ആയിരുന്നു. ഡയമണ്ട് ഒക്കെ ഇട്ട് ലൈവിൽ വന്നിരിക്കായിരുന്നു. എനിക്ക് കാണിക്കണമെന്നൊക്കെ എന്റെ അമ്മ. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം അമ്മോടുണ്ട്. എന്തുണ്ട് മിനു സ്റ്റാറെന്നൊക്കെ. എന്താ പെട്ടെന്നൊരു ലൈവ് വരാൻ കാരണം? ചുമ്മാ വന്നതാ? പെട്ടെന്ന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഷാർത്തേട്ടന്റെ കുറച്ചൊരു ഇൻസൈഡർ ഇൻഫർമേഷൻ ഇറങ്ങിയപ്പോൾ നമ്മളൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അറിയാ ഷാർത്തേട്ടന് ഇട്ടിരിക്കുന്നത് ദാടി, അത് വിഗാന്നൊക്കെ, ഐബ്രോസും. താടി ആയിക്കോട്ടെ, ഐബ്രോസും വിഗാന്നൊക്കെ. പിന്നെ ക്യാപ്പ് ഊരിയ മൊട്ടയാവൊക്കെ. ഈ ക്ലിപ്പ് മാത്രം വൈറലാണോ അല്ലേ?
പവർ ഓഫ് ഇൻസ്റ്റാഗ്രാം. അതെ. എടാ നാളെ എന്താ എല്ലാരും ഉണ്ടല്ലേ അപ്പൊ? ബ്രോ നാളെ നമുക്ക് എത്ര 1 മണിക്കല്ലേ റിപ്പോർട്ടിങ്? ഒരു മണി. അടിപൊളിയാക്കാം, അടിപൊളിയാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഫി കുടിക്കാൻ പോവാം എവിടെയെങ്കിലും. അതെപ്പോഴാ കഴിയ? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്റ്റാർബക്സിൽ പോവാം. കുറച്ച് പൈസ ഒക്കെ വന്നു തോന്നുന്നു. ഒരുപാട് ലേറ്റ് ആവും അത്. ലേറ്റ് ആവും. അന്ന് നൂറേനെ കഴിഞ്ഞത് രാത്രി 12 മണിയായി. എന്താ കയ്യില് ബൊമ്മ? രാത്രി 12 മണിയായോ? എപ്പോഴാ തുടങ്ങിയത്? അവള് രാവിലെ തുടങ്ങി 7 മണിക്ക് എത്താൻ പറഞ്ഞു. രാത്രി 12 മണിയായോ? 8-8:30 എത്താൻ പറഞ്ഞു തോന്നുന്നു. എന്നിട്ട് തീർന്നപ്പോ 12 മണിയായി. രാത്രിയോ? അമ്പോ കുഴപ്പമില്ല, അവിടെ ഇരിക്കാം. നല്ല രസമല്ലേ പാട്ടൊക്കെ കേട്ടങ്ങ് ഇരിക്കാം. നീയിരുന്നോ? നീ പോടാ അപ്പൊ. നീ നീ ഇരിക്കൂല? അവിടെ ഇല്ല, ഞാൻ അത്ര നിൽക്കൂല. ആണോ? കഴിയുന്നവരെ ഇരിക്കണ്ടേ അപ്പൊ? വെയിറ്റിംഗ് ഫോർ നൂറാസ് ബേബിന്നാ. അത് ഞാനല്ലേ? ഞാൻ വെയിറ്റിംഗ് ഫോർ നൂറാസ് ബേബിന്നൊക്കെ. എടാ ആരിന അതില ഐ എം യുവർ ബിഗ് ഫാൻ, പ്ലീസ് സേ മൈ നെയിം. ഹായ് വെണ്ണയ. അപ്പാണി ഐ ലവ് യു ടു മോനെ. അപ്പാണി ഐ ലവ് പറഞ്ഞ ഫാൻസിനോട്. ആരെ ഞാൻ കണ്ടില്ലല്ലോ കമന്റ് ആണ്. നീ ഒന്നും കാണൂടാ, നീ ഇപ്പൊ ഒന്നും കാണൂല, നീ വലിയ ആളല്ലേ. എന്താണ് ഐ ലവ് യു ടു? അത്രേ ഉള്ളു. അതിലെ എന്താണ് വേറെ വിശേഷം? ഫുൾ ബിസി ആണല്ലോ. ബിസി ഒന്നും അല്ല, ചേട്ടനല്ലേ ബിസി. നമ്മളൊക്കെ പാവങ്ങൾ ഇവിടെ ഉണ്ട്. ഓ പിന്നെ ആര്യൻ ഗ്ലോയിങ് അപ്പ് മാൻ. ഞാൻ നാളത്തുണ്ട്. ഗ്ലോപ്പ് അല്ല, തടി വെച്ചു. നീ തടിച്ചേക്കണം. വന്നു. എന്നെ വിടേല്ല, എന്നെ വെറുതെ വിട. എന്നെ എനിക്ക് വേണ്ട ഇപ്പൊ. ഓ ഇതൊക്കെ എന്താണ്? കഴിക്ക് അമ്മി കറി. ചോദിച്ച പിന്നെ ബ്രോ ജെം. ഏത് ജെം? ജെംസ് ആണോ? ഞാൻ കാണുന്നില്ല ഈ കമന്റ് ഒന്നും. ഇവിടെ എന്റെ ഒരു കമന്റ് വരുന്നില്ല. എണീറ്റ് അത് ഞാൻ ഇട്ടതല്ലേ. ചേട്ടനെ ആഡ് ചെയ്യ ഇൻ ലൈഫ്. അക്ബർ ഓൾസോ. അക്ബർ ഷോയിലല്ലേ? അവൻ പട്ടി ഷോയില്ല. അക്ബർ ഷോയിലല്ലേ, പട്ടി ഷോയില്ല. അക്ബർ റെഡി പിടിക്കണോ? 4-5 മാനേജർ വഴി പോടാ ഇനി. അതിലല്ലോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ വേറൊരു പ്രോഗ്രാമിലായിപ്പോയി, 200th ആയിപ്പോയി, വരാൻ പറ്റിയില്ല. നല്ലതായിരുന്നു. ഇവിടെ വേറെ കുറച്ച് അതിഥികൾ ഇവിടെ ഉണ്ടായിട്ട് വരാൻ പറ്റിയിട്ടില്ല ചിലർക്കൊക്കെ. എന്താ കാര്യം നീ പോവാത്തെ? എവിടെയാടാ ആതിരയുടെ ബർത്ത്ഡേ ഫംഗ്ഷന്? എന്റെ അല്ലേ? സത്യം പറയട്ടെ, ഞാൻ 10:30-11 മണിയായി തീർന്നപ്പോ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് പോയതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ഇവളുടെ വീട് കാക്കനാട. അപ്പൊ ഞാൻ ലൊക്കേഷൻ ഇവിടെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മൈൻഡ് ഇവളുടെ വീട്ടിലാണ് ബർത്ത്ഡേ, എന്റെ ഒരു ഇതില്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും ലൊക്കേഷൻ നോക്കാതെ ഞങ്ങൾ കാക്കനാടി പോയി. എത്തിയപ്പോ 11-11:30 ആയി. പിന്നെ നമ്മൾ ലൊക്കേഷൻ തുറന്നപ്പോ ഇവരുടെ വീട് എക്സാക്ട്ലി എവിടെ നോക്കാൻ പ്രസിദ്ധപ്പെട്ടല്ലോ, ഫോർട്ട് കൊച്ചിയുടെ. ആ ഫംഗ്ഷൻ നടക്കുന്ന ഫോട്ടോ വെച്ച് ഒനിയിൽ സാറിന്റെ അടുത്ത്. ഒനിയിലെ എളുപ്പത്തിന് വരാൻ വേണ്ടിട്ട് അവിടെ കൊണ്ട് വെച്ചതാ ഇവളൊക്കെ. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ പിന്നെ എന്തപ്പോ ചെയ്യുന്നത്, ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ എടാ എത്ര വയസ്സായിരുന്നു ആദില? അവക്ക് 36. നിനക്ക് എത്ര വയസ്സായി? 36 പിന്നെ 26, എനിക്ക് 25. എടാ നീ 1 year യു ആർ യങ്ങർ ടു ഹർ. അവളല്ലേ നിന്റെ സ്വഭാവത്തിൽ തോന്നുന്നില്ലല്ലോ നീ യങ്ങറാന്ന്. ഭാര്യ, അവളല്ലേ കെട്ടിയ. ഞാൻ വന്ന അന്ന് മുതൽ ഇവര് വിളിക്കുക, വരില്ല രണ്ടുപേരും വീട്ടില് വരാന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടുപേരെ ഞാൻ വിളിച്ചില്ലേ? 3 പ്രാവശ്യം എന്തോ വിളിച്ച്. ഒന്നൊരാളുടെ നമ്പർ ചോദിക്കാൻ, ഒന്ന് വേറൊരു കാര്യം പറയാൻ, ഒന്ന് വീട്ടിലോട്ട് വിളിക്കാൻ.
എന്നിട്ട് ഈ നാണല്ലടാ നിനക്ക് ആ പണി. എന്തുവാ ഞാൻ വിളിച്ചല്ലോ. ഫേക്ക് ആയിട്ട് വിളിക്കുന്നത്, മര്യാദയ്ക്ക് ഓടാ വിളിക്കണം. എന്നിട്ട് ഓടാ ഇൻവൈറ്റ് അവരെ ഞാൻ പ്രത്യേകിച്ച് ഹാമ്പർഗ് ടീം കളിക്കല്ലേ. ഞാൻ വന്ന അന്ന് മുതൽ വിളിച്ചോണ്ടിരിക്കുക, ബാ എപ്പോഴാ പറഞ്ഞേ. അപ്പൊ ഭയങ്കര ബിസി രണ്ടുപേരും. ഞങ്ങൾ ഒരു ദിവസം വലിഞ്ഞേറി വന്നിട്ടുണ്ട്. വേണ്ട, ഞാൻ അവിടെ വന്ന് നിങ്ങളെ വിളിച്ചു വരച്ച് വണ്ടി കയറി എന്റെ വീട്ടിൽ കൊണ്ടുവരും ഞാൻ. അപ്പൊ കാണാം. തട്ടിക്കൊണ്ട് പോക്കാണല്ലേ പ്ലാൻ. പിന്നെ എന്നിട്ട് വേറെന്താണ്? അപ്പൊ നാളെ കാണാം നേരിട്ട്. ജിസയിൽ എന്താ വരാത്തത്? ബിസിയാണോ അവള്? ജിസയിൽ ബിസിയിലടാ. ജിസയിൽ ബിസിയാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്താ ഉദ്ദേശിക്കുന്നത് സാറേ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടെ അല്ലല്ലോ, നമ്മള് കേരളത്തിൽ ഇല്ലല്ലോ അവള്. നമ്മളാ? ഓക്കെ, അങ്ങനെ. നമ്മളിപ്പോ അടുത്തടുത്തുണ്ടല്ലോ. ഞാൻ കൊച്ചിയില, അവള് ബോംബെയിലാ. ഞാൻ കൊച്ചിയില്. നമ്മള് മൂന്നിനോടെ ഉണ്ടല്ലോ. അർത്ഥം വെച്ചുള്ള സംസാരം. അങ്ങനെയല്ല, നിന്റെ ഇന്നലത്തെ ക്രിക്കറ്റിന്റെ എന്തോ വീഡിയോ ഇറങ്ങുന്നുണ്ട്, അക്ബർ ഇട്ട വീഡിയോ. അയ്യോ, നീ ഔട്ടായപ്പോ അവൻ കിടന്ന് തുള്ളിച്ചാണ്. അവൻ തന്നെ കളിക്കാൻ വിളിച്ചോണ്ട് പോയിട്ട് അല്ലേ? ആടാ, ബാറ്റ് സിക്സ് അടിച്ചത്, ബാക്കി 5-6 സിക്സ് അടിച്ചു, അതൊന്നും കാണിച്ചില്ല. കറക്റ്റ് സിക്സ് അടിച്ച ഔട്ടാണ് കാണിച്ചു പോയത്. ഓക്കെ, Tell Noora to come for 1 minute എന്ന്. ഓ അറിയാമോ? എടാ, മോഹൻലാലിന്റെ ഡോക്ടർ മാളവിക മോഹൻലാൽ ഇവിടെ വന്നടാ. പോടാ. സോറി, അത് അവിടെ ഒരു പേരുണ്ട്, മാളവിക മോഹൻലാൽ. ഒരു അഞ്ജന ഒരു ഹായ് വയ്ക്കുന്നു. നിങ്ങൾ രണ്ടുപേർത്ത് ഒരു ഹായ് കൊടുക്ക്, പാവം. ഹായ്. ആ പഠിക്കാൻ അയച്ചില്ല അല്ലേ അവള്? നന്നായി. എന്നാലും ഞാൻ പറയാം ഒരു ഹായ്. മഴയുണ്ടോ അവിടെ? മഴ എവിടെ? റൂമിനകത്താ? അല്ല, പുറത്ത് മഴ ഉണ്ടെന്ന് വെച്ചു. റൂമിന്റെ അകത്ത് മഴ പെയ്യല്ലോ. നല്ല മഴയുണ്ട്. പിന്നെ മിന്നലുണ്ട്. മിന്നൽ. ആരാ മിന്നൽ? നൂറ എവിടെ? നൂറന് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. നൂറ ഇപ്പൊ ഫേസ് ട്രീറ്റ്മെന്റിലാ. ഫേസ് ട്രീറ്റ്മെന്റിലൊക്കെ ഇല്ല, ആളായില്ലേ. ആര്യൻ നല്ല കോമഡി. അവനൊരു കോമഡി പീസ് അല്ലേ? പോടാ. ആദില ഡൈങ് ഫോർ യുവർ റിപ്ലൈ. ആദില, മൈ ഹാർട്ട്. ആദില, ഡൈങ് ഫോർ യുവർ റിപ്ലൈ. ആദില ഒരാള് ഐ എം ബെഗിങ് യു എന്നൊക്കെ ഒരു പെൺകുട്ടി ഐ എം ബെഗിങ് യു എന്നൊക്കെ. അല്ലടാ ആര്യ, ഫസ്റ്റ് ടാസ്ക് ഓർമ്മയുണ്ട? മറ്റേ ബാഡ്ജ് എടുത്തോണ്ട് പോണ ടാസ്ക്. ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ഓർത്ത് കുറെ ചിരിച്ചു. ഇല്ലടാ ആര്യ, എനിക്ക് വേണ്ട ആര്യ, എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം എനിക്ക് വേണ്ട. ഓടി വരാള്. ചോദിക്കാണ്, പെൺപിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ഹായ്. അമ്മ നിർത്ത്, മതി. ഗഫൂർ ഹായ്. ഗഫൂർ മൂന്നെണ്ണം ഒരുമിച്ച് ഹായ് പറയും ഗഫൂറിന്. 1 2 3 ഗഫൂർ ഹായ്. എല്ലാരും ഒരുമിച്ച് അപ്പാനെ അൺഫോളോ ചെയ്യും. 1 2 3 അൺഫോളോ. 2600 അത് പൊളിക്കില്ല കണ്ടപ്പോ 1000 അൺഫോളോ എന്നൊക്കെ. അയ്യോ, അങ്ങനെയൊന്നും 1000 പേരൊന്നും അൺഫോളോ ചെയ്യില്ല. നിന്റെ പ്രേക്ഷകർ ഫോളോ ചെയ്യുന്ന ഇഷ്ടമല്ല, അപ്പൊ എല്ലാരും. അതെ, ഒരിക്കലും ഇല്ല. എന്നെ ആരും അൺഫോളോ ചെയ്യില്ല. എന്നെ സ്നേഹിക്കുന്നവർ എപ്പോഴും എന്നെ ഫോളോ ചെയ്യും. Ghosted. 1 0. അയ്യോ, ഈ രണ്ടിടത്തിന് കാണാൻ വേണ്ടി അങ്ങ് വരും ഞാൻ. എന്നിട്ട് വേറെ വിശേഷങ്ങൾ? ഫുഡ് കഴിച്ചില്ല, ഞാൻ പുറത്താണ് കഴിക്കണം. വീട്ടിൽ പോയി കഴിക്കും. അപ്പൊ ഇപ്പൊ എവിടെ? ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു. Hi bro. Hello, what's up? Good. How are you? Great man. How are you? Good man. Nice meeting you. പക്ഷെ ഇന്നലെ എന്നാലും നാഷണൽ പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തത് ശരിയായില്ലല്ലോ. വളരെ മോശമായിരുന്നു. അങ്ങനെ എല്ലാരും കണ്ടല്ലേ? എല്ലാരും ശരിയെന്നാ എന്റെ അവസ്ഥ പോക്കട്ടാ.
പട്ട ഗേൾസ് പാച്ചപ്പ് ആവുമോ? പട്ട ഗേൾസും ആന്റി പട്ട സ്ക്വാഡും ഇപ്പൊ ഒന്നായി. അതെ, ആന്റി പട്ട സ്ക്വാഡിന്റെ ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ കൂടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാവരും പ്രിയ സുഹൃത്തുക്കൾ സന്തോഷവും സമാധാനത്തോടൊക്കെ ഇരിക്കുന്നുണ്ടോ എല്ലാരും? പിന്നെ കുട്ടി പറയുന്ന പോലെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് എല്ലാരും എല്ലായിടത്തും ഉണ്ടെന്ന് അറിയുമ്പോ വലിയ സന്തോഷം. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അക്ബർ എവിടെ എന്നാലും ആ ഗ്യാങ് സെറ്റ് മറുപടി കൊടുക്കാറില്ല. എവിടെയാണ് ഇവൻ അക്ബർ? അക്ബർക്ക് ഓസ്ട്രേലിയ അക്ബർ ഓസ്ട്രേലിയ ഷോയ്ക്ക് പോയിക്കും. ഓ, വലിയ ആളാ. അപ്പൊ വല്ല അപ്പൊ അവൻ വരുമ്പോ നമ്മള് അവനെ കളിയാക്കട്ടാ. ഇപ്പല്ല പിന്നെ. മൈൻഡാക്കിയാൽ മതി ഇറങ്ങുന്നൊക്കെ. അതെ, ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം അക്ബറിനെ നമുക്ക് ലൈവിന് വിളിക്കാം. ആരും മിണ്ടെന്താ? അതെന്തെങ്കിലും രണ്ട് പാട്ടും പാടിയിരുന്നുള്ളൂ അവനോട്. അങ്ങനല്ല, എടാ സ്റ്റക്കായിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാം മിണ്ടണ്ട. എന്നിട്ട് അത് പൊളിക്കും. ഒരാളെ ആഡ് ചെയ്തിട്ട് അക്ബറിനെ